ാകും ഇനി വരിക എന്ന് പറയുകയാണ്. ഇപ്പോൾ ഇറാൻ ഇതിലൊരു കീഴടങ്ങലിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇതിനുശേഷം അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം നമ്മൾ കണ്ടത് ഇറാൻ തിരിച്ചടിക്കുന്നതാണ്. അത് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം കനത്ത നാശനഷ്ടം വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. തിരിച്ച് ഇസ്രായേൽ അങ്ങോട്ടേക്ക് അടിക്കുന്നു. അപ്പോൾ അതിൻ്റെയും ഒക്കെ വിശദാംശങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായി മിസൈൽ വർഷം നടത്തിയിട്ടുണ്ട് എന്നതൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഇത് ഒരു സമാധാനത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായാണ് ഇങ്ങനെയൊക്കെ ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ സാധിക്കുമോ ഡോക്ടർ മോഹൻ വർഗീസ്? അനുജ, ഓരോ ശ്വാസത്തിലും ട്രംപ് പറയുന്ന ഒരു വാക്കുണ്ട്, സമാധാനം. ബലപ്രയോഗത്തിലൂടെ സമാധാനം. ഇത് ട്രംപിൻ്റെ ഒരു നയമായി അവിടെ പ്രഖ്യാപിക്കുകയാണ്. ആത്യന്തികമായ സമാധാനം പുലരണമെങ്കിൽ ബലപ്രയോഗം ആവശ്യമായി വരും. അതിതാ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ആ തരത്തിലേക്ക് അത് ട്രംപ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വരിയാണത്. തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരിക്കലും ഒരു വെടിനിർത്തൽ ഉണ്ടാവില്ല. കാരണം രണ്ട് കൂട്ടർക്കും വിജയിക്കാവുന്ന ഒരു അന്തരീക്ഷം സംജാതമാകുമ്പോൾ ഒരു ഫൈനൽ പുഷിന് വേണ്ടി രണ്ട് കൂട്ടരും ശ്രമിക്കും. അങ്ങനെയാണ് ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെ നോക്കൂ, 15ാമത്തെ രാജ്യമാണ് ഇസ്രായേൽ വേൾഡ് പവർ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച്, അതായത് പ്രഹരശേഷി അനുസരിച്ച് 16ാമത്തെ സ്ഥാനമാണ് ഇറാനുള്ളത്. അപ്പോൾ ഏതാണ്ട് ബലാബലം നിൽക്കുന്ന ശക്തികൾ. ആകെയുള്ള വ്യത്യാസം, ഇറാൻ ഒരു ന്യൂക്ലിയർ ത്രഷോൾഡ് പവർ മാത്രമാണ്, ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ പവറാണ്. ഇത് മാത്രമാണ് വ്യത്യാസം. അങ്ങനെയെങ്കിൽ ഒരു ഭാഗത്ത് ഇസ്രായേലിനോടൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കുമ്പോൾ ബാലൻസ് പൂർണ്ണമായി ഇസ്രായേൽ പക്ഷത്തേക്ക് ടിൽറ്റ് ചെയ്യും എന്ന സാമാന്യ ബുദ്ധി. അങ്ങനെ വന്നാൽ നേരത്തെ ഇവിടെ ഡോക്ടർ ജോസുകുട്ടി സംസാരിച്ചതുപോലെ ഒരു വശം വളരെ ദുർബലമാകും. ദുർബലമാകുന്ന വശം സമാധാനം ആഗ്രഹിക്കും. കാരണം പണ്ട് ഒരു വലിയ കവിവചനമുണ്ടല്ലോ, ഈ സമാധാനം എന്നത് ദുർബലൻ്റെ ആവശ്യമാണ്. അത് ധീരൻ്റെ വാക്കുകളിലൂടെ സമാധാനം എന്നത് മുന്നോട്ട് വരും. പക്ഷേ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥയുടെ ആവശ്യമാണ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും സമാധാനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇറാൻ്റെ പ്രഹരശേഷിയെ പരമാവധി നേരിട്ടുള്ള കൺവെൻഷണൽ ആയുധങ്ങളുടെ പ്രഹരശേഷിയെ, മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും ഒക്കെ പ്രഹരശേഷി, അതുപോലെ ആണവ നിലയങ്ങളിലെ ഒരു ബിൽഡപ്പ്, ഇത് പൂർണ്ണമായി നശിപ്പിക്കാനായില്ല എങ്കിൽ പോലും അതിൽ കുറവ് വരുത്തിക്കൊണ്ട് ഇറാനെ ചർച്ചകളിലേക്ക് നയിക്കാനാവും എന്ന നിഗമനമാണ് അമേരിക്കയ്ക്ക്. പക്ഷേ ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കാൽക്കുലേഷനിൽ വരുന്ന പിഴവ് എന്ന് പറയുന്നത്, ഇറാൻ എന്നതൊരു സിവിലൈസേഷൻ പവർ കൂടിയാണ്. ഇറാൻ ഒരു പൊളിറ്റിക്കൽ ശക്തി, സായുധ ശക്തി എന്നത് മാത്രമല്ല, ദേശീയത മാത്രമല്ല, മറിച്ച് ഒരു സിവിലൈസേഷൻ്റെ ഒരു ബാക്കിങ് കൂടി ഇറാൻ ആഗ്രഹിക്കുന്നു. കാരണം അമേരിക്ക വിരുദ്ധ പോരാട്ടം, ഇസ്രായേൽ വിരുദ്ധ പോരാട്ടത്തിന് ഒരു സാംസ്കാരിക മുഖം നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ടൊരു കീഴടങ്ങൽ എന്ന പൂർണ്ണമായ കീഴടങ്ങൽ എന്നത് ഒരു പക്ഷേ ഇറാൻ്റെ അജണ്ടയിൽ മുഖം രക്ഷിക്കാനെങ്കിലും ടാക്ടിക്കലായ വിഡ്രോവൽ അല്ലെങ്കിൽ ഒരു കീഴടങ്ങൽ. അത് മാത്രമല്ല ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മളൊരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വർഷങ്ങളോളം, 9 വർഷത്തോളം ഒക്കെ നീണ്ടുപോയ യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ കീഴടങ്ങി പോകുന്ന പതിവ് ഈ രാജ്യത്തിനില്ല എന്നുള്ളത് കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. സമാധാനത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കരുതാൻ കഴിയുമോ? അതെ, കൃത്യമായ നിരീക്ഷണമാണ് അനുജ. ഇത് 1980 മുതൽ 88 വരെ, അത് ഇറാനിയൻ റവല്യൂഷൻ നടക്കുന്ന 1979 ശേഷം അമേരിക്ക നിശ്ചയിച്ചുറപ്പിച്ച ഒരു പദ്ധതി തന്നെയാണ് സദ്ദാം ഹുസൈൻ എന്ന ഇറാഖി നേതാവിനെ ശക്തമായി നിലനിർത്തുക. അങ്ങനെ അറബ് ഐക്യത്തിലൂടെ, ഇറാഖ് ഒരു അറബ് രാജ്യം കൂടിയാണ്, ഇറാൻ മുസ്ലിം രാജ്യമാണെങ്കിലും നോൺ അറബ് രാജ്യമാണ്. അങ്ങനെ അറബ് രാജ്യങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി സദ്ദാം ഹുസൈൻ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടക്കുമ്പോൾ അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവസാനിക്കും എന്നും ഇറാൻ തവിടുപൊടിയാകും എന്നതുമായിരുന്നു അമേരിക്കയുടെയും അന്നത്തെ ഇറാഖിൻ്റെയും ഒരു നിഗമനം. പക്ഷേ ആ നിഗമനങ്ങളെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 8 വർഷമാണ്, 80 മുതൽ 88 വരെ നീണ്ടുനിന്ന ആ ഒരു ദീർഘമായ യുദ്ധം. അതുകൊണ്ട് ഇറാൻ ഒരു റെസിലിയൻറ്റ് പവറാണ്, ബാറ്റിൽ ഹാർഡൻഡ് പവറാണ്. അന്ന് അയത്തുള്ള ഖൊമേനിയുടെ കാലമാണ്, ഇപ്പോൾ അയത്തുള്ള അലി ഖൊമേനിയുടെ കാലമാണ്.
അലി ഖമേനി അധികാരം ഏറ്റെടുത്തതിന് ശേഷം IRGC സംവിധാനത്തെ പുഷ്ടിപ്പെടുത്തുകയും എല്ലാ രംഗത്തും, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും അതുപോലെ അക്കാദമിക് രംഗത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത്, സൈനിക രംഗത്തെ, എല്ലാ രംഗത്തും, സാംസ്കാരിക രംഗത്ത് എല്ലാം തന്നെ ഈ ഒരു മതഘടനകളുടെ അല്ലെങ്കിൽ അയത്തുള്ള അലി ഖമേനി നയിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ആഴത്തിലുള്ള വേരോട്ടം കാണാം. അതുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ചേഞ്ച് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഏതാനും നേതാക്കളെ, സൈനിക നേതാക്കളെയോ ശാസ്ത്രജ്ഞന്മാരെയോ രാഷ്ട്രീയ നേതാക്കളെയോ വധിച്ചതുകൊണ്ട് മാത്രം പൂർണ്ണമായി അട്ടിമറിക്കാവുന്ന ഒരു ഫ്രജൈൽ സംവിധാനമല്ല ഇറാനുള്ളത്. അതൊരു വാസ്തവം തന്നെയാണ്. അതേസമയം അമേരിക്കയുടെ ഫയർ പവറിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല എന്നതും വസ്തുതയാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്ന് വെളുപ്പിന് 4 മണി ഇന്ത്യൻ സമയം 4 മണിയോട് അടുപ്പിച്ചുള്ള സമയത്ത് ശക്തമായ ആക്രമണമല്ലേ നടന്നത്? ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഒരു പ്രതിരോധം ഉണ്ടായില്ലല്ലോ. ഏറിയൽ ഡിഫൻസ് സിസ്റ്റം ഇവിടെ പോയി. അതുകൊണ്ട് അമേരിക്ക B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ ആക്രമണം നടത്തുമ്പോൾ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിൽ ഉള്ള ആണവ ശേഖരം അല്ലെങ്കിൽ ആണവ ഫിസൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ തകരാനുള്ള സാധ്യതയാണ്. കൂടുതൽ ആണവ നിലയങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരാതെ ഇറാന് പിടിച്ചു നിൽക്കാൻ ആവില്ല. അപ്പോൾ ഇറാൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആക്രമിക്കുമ്പോൾ നിരന്തരമായി ഇസ്രായേലിൽ നിന്ന് വരുന്ന ആക്രമണത്തിന് മധ്യേ എങ്ങനെയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുക? അത് ന്യായമായ ചോദ്യം തന്നെയാണ്. വെടിനിർത്തൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാൻ വീണ്ടും റീഗ്രൂപ്പ് ചെയ്യുമോ എന്ന ഒരു ഭയം ഒരുപക്ഷെ ഇറാൻ, ഇസ്രായേലിലും അമേരിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വെടിനിർത്തൽ സാധ്യമല്ല. അതുകൊണ്ടാണ് ട്രംപ് കാനഡയിൽ വെച്ച് നടന്ന G7 ഉച്ചകോടിയുടെ മധ്യേ ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് അത് അവിടെ ഒരു നിർദ്ദേശമുണ്ടാകാൻ പാടില്ല, ഒരു ജോയിന്റ് ഡിക്ലറേഷൻ G7 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല, ഉടനടി ഒരു വെടിനിർത്തൽ ഉണ്ടാകണം എന്ന നിർദ്ദേശം അമേരിക്ക കൂടി ഒപ്പിടുന്നത് ആ സമയത്ത് ഉണ്ടാകാൻ പാടില്ല. കാരണം അമേരിക്ക ചിലത് കരുതി വെച്ചിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചുറപ്പിച്ച ഒരു പദ്ധതി തന്നെയായിരുന്നു ഇത്. അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ മേൽ നടത്തിയ ഒരു ആക്രമണമായി ഇതിനെ കാണാനൊക്കില്ല. ആദ്യം മുതൽ തന്നെ എക്കാലത്തും അമേരിക്ക ഇസ്രായേലിനോടൊപ്പമായിരുന്നു. ഈ കാര്യത്തിലും ഒരുപക്ഷെ ഈ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒക്ടോബർ 7, 2023 ശേഷം തന്നെ ഒരുപക്ഷെ ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഏതെങ്കിലും ഒരു പ്രൊട്ടക്സ്റ്റ് അനുസരിച്ച് തകർക്കണം എന്ന ഒരു വിശാല പദ്ധതി ജെറുസലേമിലും വാഷിങ്ടൺ DC-യിലും ഉരുത്തിരിഞ്ഞ് വന്നത് അനുകൂലമായ സാഹചര്യം. നേരത്തെ ഇവിടെ കേട്ടതുപോലെ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഇറാൻ്റെ പ്രോക്സികൾ, ഇറാൻ്റെ കരങ്ങൾ എല്ലാം ദുർബലമായി നിൽക്കുന്ന അനുകൂലമായ ഒരു സാഹചര്യം നോക്കിക്കൊണ്ട് ന്യൂക്ലിയർ എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ന്യായീകരണം, ഏത് യുദ്ധത്തിനും ഒരു ന്യായീകരണം ആവശ്യമാണ്. അപ്പം ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഇറാൻ ലോകത്തിന് സമാധാനത്തിന് തന്നെ ബുദ്ധിമുട്ടാണ്. അതിനാൽ ആക്രമിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിന് മാത്രം ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരു ജോലി വെലിയേട്ടൻ്റെ സഹായത്തോടു കൂടി ഇതാ ഞങ്ങൾ ചെയ്തു തീർക്കുന്നു. ഇനിയുള്ളത് സമാധാനമാണ്. നിങ്ങൾ വരൂ, നമുക്ക് സംസാരിക്കാം. നെഗോഷിയേറ്റിംഗ് ടേബിൾ ഇസ് റെഡി. ഞങ്ങൾ രേഖകൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ നിങ്ങൾ ഒപ്പിടുക എന്നത് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട് ഒരു സമാധാന ഉടമ്പടിയിൽ അല്ലെങ്കിൽ യുദ്ധമില്ലാ കരാറിൽ, അതുമല്ലെങ്കിൽ ആണവായുധങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുകയില്ല, ആണവ സമ്പുഷ്ടീകരണത്തെ നിർത്തിവെക്കുന്നു എന്ന രീതിയിലുള്ള കരാർ ഒപ്പിടാൻ ഇന്നത്തെ നിലയിൽ ഇറാൻ്റെ അഭിമാനം സമ്മതിക്കുന്നുണ്ടോ? അതോ അവസാന ശ്വാസം വരെ പൊരുതുമോ? മറ്റ് രാജ്യങ്ങൾ രംഗത്ത് വരുമോ? ഇറാൻ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും സഹായം ന്യായമായും പ്രതീക്ഷിക്കുന്നു. ലോകരാജ്യങ്ങൾ പ്രസ്താവനകൾ മാറ്റി നിർത്തി പ്രവൃത്തിയിലേക്ക് വരുമോ എന്ന നോട്ടത്തിലാണ്. ഇപ്പോൾ പ്രസ്താവനകളെല്ലാം ഇറാൻ അനുകൂലമായി വരുന്നു. അത് ശരിയാണ്, അമേരിക്കയുടെ ആക്രമണം ശരിയല്ല എന്ന് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു, എല്ലാ രാജ്യങ്ങളും പറയുന്നു. പക്ഷേ പ്രവൃത്തിയിലേക്ക് വരാൻ